ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഇപ്പോൾ ടൂറിസം പ്രൊഡക്റ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കൂടെയാണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൺസെപ്റ്റ് ഓഫ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ആരാണെന്നും ടൈപ്സ് ഓഫ് ടൂറിസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചിട്ട്. എന്നാലും നമുക്കൊന്ന് ചെറിയൊരു മീനിങ് അതിനെ കുറിച്ചിട്ടുള്ളത് നോക്കാം. എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് എ സിറ്റി, ടൗൺ ഓർ അതർ ഏരിയ that is significantly depend on revenues from tourism, or a country, state, region, city or town which is marketed or market itself as a place for tourists to visit. അല്ലെ, അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു സിറ്റിയോ അല്ലെങ്കിൽ ഒരു ടൗണോ അല്ലെങ്കിൽ മറ്റ് ഏരിയാസോ ആയിരിക്കാം. അത് സിഗ്നിഫിക്കൻ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന റവന്യൂസിനെയാണ്. ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന റവന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗണിനെ അതിനെയാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു കൺട്രി, സ്റ്റേറ്റ് ആയിരിക്കാം, റീജിയൻ ആയിരിക്കാം, സിറ്റി ആയിരിക്കാം, ടൗൺ ആയിരിക്കാം. അത് മാർക്കറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കാം? പ്ലേസ് ഫോർ ടൂറിസ്റ്റ് ടു വിസിറ്റ്, അല്ലെ, അതായത് ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിറ്റിയോ ടൗണോ റീജിയനോ സ്റ്റേറ്റോ കൺട്രിയോ ആണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് രണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻസ് ആണുള്ളത്. ഒന്ന് സൈറ്റ് അട്രാക്ഷൻസ്, അതുപോലെ തന്നെ ഇവന്റ് അട്രാക്ഷൻസ്. അതിന്റെ കൂടെ തന്നെ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ സൈറ്റ് അട്രാക്ഷനിൽ പറയുന്നത് എന്തായിരിക്കും? ഒരു കൺട്രി ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു സൈറ്റ്. അതുപോലെ തന്നെ ഇവന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ എക്സിബിഷൻസ്, ഫെസ്റ്റിവൽസ് ഒക്കെ ആയിരിക്കും ഇവന്റ് അട്രാക്ഷൻസ്. നാച്ചുറൽ ആയിരിക്കുമ്പോൾ മൗണ്ടെയിൻസ്, അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിരിക്കുമ്പോൾ ബിൽഡിങ്സ്. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റ്, ഇവന്റ്, നാച്ചുറൽ, അതുപോലെ തന്നെ മാൻമെയ്ഡ് അട്രാക്ഷൻസ് ആണുള്ളത്. ദെൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെഫിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ എനിത്തിങ് ദാറ്റ് അട്രാക്ട് ടൂറിസ്റ്റ്, അല്ലേ, എന്തും ആയിക്കോട്ടെ, ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം? ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയാം. പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളായിരിക്കും അട്രാക്റ്റഡ് ആയിരിക്കുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയായിരിക്കാം? ചിലപ്പോൾ സൈറ്റ് അട്രാക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഇവന്റ് അട്രാക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ നാച്ചുറൽ ആയിരിക്കാം, അല്ലെങ്കിൽ മാൻമെയ്ഡ് അട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനനുസരിച്ചിട്ടാണ് ഓരോ ടൂറിസ്റ്റും ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നത്. ഇനി അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ആരാണ് ടൂറിസ്റ്റ് എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ട്രാവൽ എന്താണ്, ടൂറിസം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീയിങ് ട്രാൻസ്പോർട്ടഡ് ടു വൺ ഡെസ്റ്റിനേഷൻ ടു അനദർ, അല്ലെ. ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ട്രാവൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുക. ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൂറിസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവിഷൻ ഓഫ് സർവീസസിനെയാണ് ടൂറിസം എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രൊവിഷൻ ഓഫ് സർവീസസ് ആണ് ടൂറിസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ടൂറിസം എന്ന് പറയുന്നത്. ഇനി ആരാണ് ടൂറിസ്റ്റ് എന്നുള്ളത് നോക്കാം. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മൺ ഹു ട്രാവൽ ഫ്രം ദെയർ എൻവയോൺമെന്റ് ടു അനദർ ഫോർ മോർ ദാൻ 24 hours, അല്ലെ. അതായത് ആരെയും നമുക്ക് പറയാം ടൂറിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരും ആവാം. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരുടെ എൻവയോൺമെന്റിൽ നിന്നും മറ്റൊരു എൻവയോൺമെന്റിലേക്ക് ട്രാവൽ ചെയ്യാണ്. മോർ ദാൻ 24 hours, 24 മണിക്കൂറിൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ട്രാവൽ എന്താണ്, അതുപോലെ തന്നെ ടൂറിസം എന്താണ്, ടൂറിസ്റ്റ് ആരാണ് എന്നുള്ളത്. ഇനി അതിന്റെ ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ടൂറിസ്റ്റ് ഒന്നും കൂടെ പറയുകയാണ്. ടൂറിസ്റ്റിന്റെ ഒരു ചെറിയ മീനിങ് അവിടെ തന്നിട്ടുണ്ട്. എ ടൂറിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് വിസിറ്റിംഗ് എ പ്ലേസ് ഫോർ പ്ലഷർ ആൻഡ് ഇൻട്രസ്റ്റ് എസ്പെഷ്യലി വെൻ ദേ ആർ ഓൺ ഹോളിഡേ, അല്ലെ. എസ്പെഷ്യലി ഹോളിഡേസിന് എന്ത് ചെയ്യാണ്? ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ആരും ആവും, ഒരു പേഴ്സൺ ആയിരിക്കാം. അവർ വിസിറ്റ് ചെയ്യാണ്, ഒരു പ്ലേസിൽ വിസിറ്റ് ചെയ്യാണ്. അവരുടെ പ്ലഷറിനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനോ വേണ്ടിയിട്ട് ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളുകളെ എന്താ പറയാം? ടൂറിസ്റ്റ് എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി അവർ വിസിറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഹോളിഡേ ആയിരിക്കും. അതാണ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്സ് ടൂറിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് ടൂറിസ്റ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ ടൈപ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ടൂറിസ്റ്റുകളെ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നത് ബിസിനസ് ടൂറിസ്റ്റ് ആണ്. ബിസിനസ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഓൺ ബിസിനസ് ട്രാവലിംഗ് ടു കൺട്രീസ് ആൻഡ് കണ്ടെയ്ൻസ് ടു കണ്ടക്ട് ബിസിനസ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ കമ്പനീസ്, അല്ലെ. കമ്പനിയുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രീസിൽ എന്ത് ചെയ്യാൻ ട്രാവൽ ചെയ്യുന്ന ആളുകളെയാണ് ബിസിനസ് ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത്.
ഇപ്പോൾ ബിസിനസ് ട്രാവലേഴ്സ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ടൈപ്സ് ഓഫ് ടൂറിസ്റ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. അതായത് അവരെ ഒരു ടേമിലാണ് അറിയപ്പെടുന്നത്, ബ്ലേഷ്യർ എന്നുള്ള ടേമിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതാണ് ബിസിനസ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ഒബിയസ്ലി ബിസിനസ് ടൂറിസം ഈസ് വാട്ട് ഇറ്റ് സേസ്, പീപ്പിൾ ഓൺ ബിസിനസ് ട്രാവലിംഗ് ടു കൺട്രീസ്, അല്ലെ, കൺട്രീസിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാവൽ ചെയ്യുക. അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവരെയാണ് ബിസിനസ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോയാലും എന്ത് ചെയ്യുന്നുണ്ട്, അവര് അവിടെ സമയം ചെലവഴിക്കുന്നുണ്ട്. അതിനാണ് ബ്ലേഷ്യർ. അതുകൊണ്ടാണ് അവിടെ ഒരു പുതിയ, അതായത് ന്യൂ ടൈപ്പ് ഓഫ് ടൂറിസ്റ്റുകൾ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഒരു ടേമാണ് ബ്ലേഷ്യർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ടൂറിസ്റ്റ് ആണ്. ഫുഡ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൂറിസം റിയലി അബൌട്ട് ഇൻക്ലൂഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. അപ്പൊ ഈ ഒരു ടൂറിസ്റ്റിന്റെ ഒരു രീതി വെച്ചിട്ട് അവരെന്താണ് കൂടുതലായിട്ട് അവരുടെ ടൂറിസം ബാക്കിൽ ഇൻവോൾവ് ചെയ്യിക്കുക ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആണ്. കൂടുതൽ അവർക്ക് ഇൻട്രസ്റ്റ് എന്തിനോടാണ്, ഫുഡിനോടും അതുപോലെ തന്നെ ഡ്രിങ്കിനോടായിരിക്കും, അല്ലെ. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ട്രീറ്റ് ഫുഡുകളൊക്കെ പോയിട്ട് കഴിച്ച് അങ്ങനെ ഫുഡുകൾ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് പോകുന്നത്. ആ ഒരു ടൂറിസ്റ്റുകളെയാണ് എന്താ പറയുന്നത്, ഫുഡ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ മറ്റ് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് പുതിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കാണുക, അതുപോലെ തന്നെ കൾച്ചർ, അല്ലെ, അത് വിറ്റ്നസ് അതർ കൾച്ചേഴ്സ്, ഹിയർ അതർ ലാംഗ്വേജസ്, അല്ലെ, അതർ കൾച്ചേഴ്സ് നോക്കുക, അതുപോലെ തന്നെ അതർ ലാംഗ്വേജസ് സംസാരിക്കുക, ഇതൊക്കെ അതിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഗോൾ ഈസ് ടു captivated by something foreign. Essentially, a deeper understanding of culture is brought about a sampling the traditional dishes. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ട്രഡീഷണൽ ഡിഷസ് എന്ത് ചെയ്യാണ്, ഓരോ സ്ഥലങ്ങളിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷസ് സാമ്പിൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫുഡ് ടൂറിസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഫുഡ് ടൂറിസ്റ്റ്. ഇനി അടുത്തൊരു ടൈപ്പ് വരുന്നതാണ് അഡ്വഞ്ചർ ടൂറിസ്റ്റ്. അതായത് അഡ്വഞ്ചർ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം ക്യാൻ ബി ഡൊമസ്റ്റിക് ഓർ ഇന്റർനാഷണൽ, അല്ലെ. അത് എന്തായിരിക്കാം, ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിരിക്കാം. ആൻഡ് ലൈക്ക് ഓൾ ട്രാവൽ ഇറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് ദ ഓവർനൈറ്റ് സ്റ്റേ. ഇതിൽ എന്നും കൂടെ ഉണ്ടായിരിക്കും ഓവർനൈറ്റ് സ്റ്റേ ഉണ്ടായിരിക്കും, ബട്ട് നോട്ട് ലാസ്റ്റ് ലോങ്ങർ ദാൻ 1 year. ഒരു 1 yearൽ എന്താണ് ലാസ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത് അഡ്വഞ്ചർ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. സോ അഡ്വഞ്ചർ ടൂറിസ്റ്റ് ആർ പാഷനേറ്റ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. ഇപ്പോൾ അഡ്വഞ്ചർ ടൂറിസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പാഷനേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകളായിരിക്കും. അതാണ് അഡ്വഞ്ചർ ടൂറിസ്റ്റ്. ഇപ്പൊ മറ്റു ടൂറിസ്റ്റുകളെ പറഞ്ഞ പോലെ ഇപ്പൊ ബിസിനസ് ടൂറിസ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഫുഡ് ടൂറിസ്റ്റ് പറഞ്ഞു, അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അഡ്വഞ്ചർ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അവര് റിസ്ക് എടുക്കാൻ കൂടുതൽ താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇനി അതിൽ നെക്സ്റ്റ് വരുന്നതാണ് ദ എക്കോ ടൂറിസ്റ്റ്. എക്കോ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കോൾ ദം ടൂറിസ്റ്റ് വിത്ത് എ കൺസൈൻസ്. Perhaps you would be these types of tourists. That if you are someone who lives green, drives a hybrid or electronic car, has a house that runs on natural power in form of solar panels and wind turbine, and this would be type of tourism. അപ്പോൾ ഈ ഒരു ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് എങ്ങനെ, എക്കോ ഫ്രണ്ട്ലി ടൂറിസം ആയിരിക്കും, അല്ലെ. അതായത് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഗ്രീൻ ഹൂ ലീവ്സ് ഇൻ ഗ്രീൻ ആയിട്ട് അല്ലെ ലീവ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇലക്ട്രിക് കാർ അല്ലെ, ഹൈബ്രിഡ് ഓർ ഇലക്ട്രിക് കാറുകൾ, അതുപോലെ തന്നെ ഹൗസ് ദാറ്റ് റൺസ് എ നാച്ചുറൽ പവറുള്ള ഹൗസുകൾ റൺ ചെയ്യിക്കുക ഇൻ ദ ഫോം ഓഫ് സോളാർ പാനൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഒരു ടൂറിസ്റ്റ് ആണ് ദ എക്കോ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ദീസ് ആർ ദ പീപ്പിൾ ഹു കെയർ അബൌട്ട് ദെയർ എൻവറോൺമെന്റ്. അവർ കൂടുതലായിട്ട് അവരുടെ എൻവറോൺമെന്റിനെ കെയർ ചെയ്തിരിക്കും ഈ ടൂറിസ്റ്റുകൾ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട്, അതിൽ കൂടുതൽ എക്കോ ടൂറിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ എൻവറോൺമെന്റിനെ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ആർ കൺസേൺഡ് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് actively seek out ways to lessen their personal impact on earth, dedicate ecological balance. And when deciding a vacation, these type of tourists would looking to find authentic local and regional experience to be involved in. Primarily, their concern will be how they travel to the destination and how low they could keep their own carbon footprint and what minimal impact to have environmental they visit. അല്ലെ, അതായത് ഇവര് മെയിനായിട്ട് നോക്കുന്നത് എന്താണ്, എൻവറോൺമെന്റിനെ കൂടുതൽ കെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു എങ്ങോട്ടേലും പോവുക അല്ലെങ്കിൽ ഈ ഒരു ഡിസൈഡ് ചെയ്യാണ് നമ്മൾ എന്ത് ടൂറിസ്റ്റ് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസസ് ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ തന്നെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, എൻവറോൺമെന്റിന് തന്നെ ആയിരിക്കും. അതിൽ മിനിമം ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, അവർ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും അവർ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം.
അത് പ്രിലിമിനറി ദെയർ കൺസേൺ വിൽ ബി ഹൗ ദേ ട്രാവൽ ടു ദ ഡെസ്റ്റിനേഷൻ. അവരുടെ പ്രിലിമിനറി അവരുടെ കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെ അവര് എന്ത് ചെയ്യും ഡെസ്റ്റിനേഷനിലേക്ക് എത്തും, അതുപോലെ തന്നെ ഹൗ ദേ കുഡ് കീപ് ദെയർ ഓൺ കാർബൺ ഫുട് പ്രിന്റ്, അവര് ദെയർ ഓൺ കാർബൺ ഫുട് പ്രിന്റ് എങ്ങനെ കീപ്പ് ചെയ്യും, ആൻഡ് മിനിമൽ ഇമ്പാക്ട് എൻവയോൺമെന്റിൽ എങ്ങനെ മിനിമൽ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ വെൻ ഡിസൈഡിങ് ഒരു വെക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഈ ടൈപ്പ് ഓഫ് ടൂറിസ്റ്റുകൾ ലുക്ക് ചെയ്യുന്ന അവർ നോക്കുന്നത് എന്താണ്, ഒതന്റിക് ആൻഡ് ലോക്കൽ ആൻഡ് അതുപോലെ തന്നെ റീജിയണൽ എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത് അവര് നോക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരം ടൂറിസ്റ്റുകളാണ് എക്കോ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇവന്റ് ടൂറിസ്റ്റ്. ഇവന്റ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേറ്റഡ് ബൈ എൻ ഇവന്റ് ഇൻ അനദർ കൺട്രി അല്ലെ, മറ്റൊരു കൺട്രിയിലെ ഇവന്റ് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇവന്റ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അനദർ സ്റ്റേറ്റ് ഓർ റീജിയൻ. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ടൂറിസ്റ്റ് ഹു ട്രാവൽ എക്സ്പ്രസ്ലി ടു വിറ്റ്നസ് എൻ ഇവന്റ്. ഒരു ഇവന്റ് അല്ലെ വിറ്റ്നസ് ആവാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്ന ടൂറിസ്റ്റുകളാണ് ഇവന്റ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. സോ ദി ഇവന്റ് ട്രാവലർ ഈസ് നോട്ട് ട്രാവലിംഗ് ഫോർ എ സെയിം റീസൺ മോസ്റ്റ് ഓഫ് us ട്രാവൽ. ഈ ഒരു ഇവന്റ് ട്രാവലറിന് എന്താണ് സെയിം റീസൺ ആയിരിക്കണം എന്നില്ല, അവരുടെ മോസ്റ്റ് ഓഫ് ട്രാവലിനും സെയിം റീസൺ ആയിരിക്കണമെന്നില്ല. ദീസ് ടൂറിസ്റ്റ് ആർ ഗോയിങ് ടു എ ഡെസ്റ്റിനേഷൻ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ടൂറിസ്റ്റുകൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അത് ദേ ആർ ഗോയിങ് ടു സീ ഒരു പർട്ടിക്കുലർ ഇവന്റ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അത്തരം ടൂറിസ്റ്റുകളെയാണ് ഇവന്റ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ മ്യൂസിക് ഫെസ്റ്റിവല്, അതുപോലെ തന്നെ ട്രേഡ് ഫെയർ, എക്സിബിഷൻ, സ്പോർട്സ് ഇവന്റ് അതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ അത്തരം ആളുകളെയാണ് ഈ ഒരു ടൂറിസ്റ്റ് എന്ന് പറയുന്നത്, ഇവന്റ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവന്റ് ടൂറിസ്റ്റ് വുഡ് ബുക്ക് എ ഇയർ ഇൻ അഡ്വാൻസ്, അല്ലെ ഒരു എന്താണ് ബുക്ക് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് അവർ ബുക്ക് ചെയ്യും ടിക്കറ്റുകൾ, ആ ഒരു ഒക്കേഷണൽ ഫ്ലൈറ്റ് അക്കോമഡേഷൻസ് ഒക്കെ അവരെന്ത് ചെയ്യും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു മ്യൂസിക് കൺസേൺസ് ആൻഡ് ഫെസ്റ്റിവൽസ് മേ ബി സ്പോണ്ടാനിയസ് ഡിസിഷൻസ് വിത്ത് എ മച്ച് ഷോർട്ടർ റൺ അപ്പ് ടു ഹാപ്പനിങ്. ദെൻ ടൂറിസ്റ്റ് റിയലി ഓൺ ഡിമാൻഡ് ടൂറിസ്റ്റ്. അപ്പോൾ ഓൺ ഡിമാൻഡ് ടൂറിസ്റ്റ് ആണ് ഈ ഒരു ഇവന്റ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഒക്കേഷൻ അറൈസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും ട്രാവൽ ചെയ്യും. ഒരു മറ്റൊരു വേർഡിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ഒക്കേഷൻ അറൈസ് ചെയ്യുകയാണെങ്കിൽ അവർ ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ട് ഈ ഒരു ഇവന്റുകൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ടൂറിസ്റ്റുകളെയാണ് ഇവന്റ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു റിലീജിയസ് ടൂറിസ്റ്റ് ആണ്. ഇപ്പൊ റിലീജിയസ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഫോക്കസസ് ഓൺ റിലീജിയൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടൂറിസ്റ്റുകളാണ് റിലീജിയസ് ടൂറിസ്റ്റ്. ഇൻ വെരി മച്ച് ലൈക്ക് ദാറ്റ് ഈവൻ എ ടൂറിസം. Event that people seek out naturally, event would be about their faith. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഒരു കൂട്ടം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ പറയുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യാണ് മക്ക ഒക്കെ എന്ത് ചെയ്യാണ് ഇവന്റ് ആ ഒരു എന്താണ് റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതൊക്കെ എന്താണ് ഹജ്ജിന് പോവാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വിസിറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ചില അമ്പലങ്ങൾ അല്ലെ പള്ളികളിൽ നമ്മൾ എന്ത് ചെയ്യും ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്, അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ദേ ആർ ലിറ്ററലി തൗസൻഡ്സ് ഓഫ് റിലീജിയസ് ഫെസ്റ്റിവൽസ് ദാറ്റ് സമ്മൺ ഡേ ഔട്ട് ഫെയ്ത്ത് ആൻഡ് കമ്മിറ്റഡ് ടു ഗോ. അല്ലെ ചില ഫെസ്റ്റിവൽസ് അവിടെ നടക്കുന്ന ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ്. ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിസിറ്റിംഗ് ദ ഹോളി സിറ്റി ജെറുസലേം, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ് വാരണസി, അതുപോലെ തന്നെ ഹജ്ജ്, മക്ക. അപ്പൊ അവിടെ അതിനൊക്കെ പോകുന്ന വിസിറ്റേഴ്സിനെയാണ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെയാണ് റിലീജിയസ് ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലേഷർ ടൂറിസ്റ്റ്. അപ്പോൾ ദ കാറ്റഗറി ഓഫ് ലേഷർ ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ മെയിൻ സ്ട്രീം ഓഫ് ടൂറിസം. ദിസ് ഈസ് ദ അംബ്രല്ല അണ്ടർ വിച്ച് മെനി നീഷ് ടൈപ്പ് ഓഫ് travel stream for. Leisure tourist is someone who looks to have a break from the real world. അപ്പോൾ ഇത് നമ്മൾ മിക്കവാറും ആളുകൾ അല്ലെ ലേഷർ ടൂറിസ്റ്റുകളായിരിക്കും എന്നാണ്. അതായത് ആരാണ് ഒരു റിയൽ വേൾഡിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ബ്രേക്കിന് വേണ്ടിയിട്ട് വരുന്ന ടൂറിസ്റ്റുകളാണ് ലേഷർ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ വിസിറ്റർ ഹു വാണ്ട്സ് ടു ഇൻഡൾജ് ഇൻ എ ഫാന്റസി ഓഫ് റിലാക്സേഷൻ ആൻഡ് കെയർ ഫ്രീ പ്ലഷർ. അവർക്കൊരു കെയർ ഫ്രീ പ്ലഷറും അതുപോലെ തന്നെ റിലാക്സേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത് ഒരു പ്ലേസിലേക്ക് വരുന്നത്. അതിനെയാണ് ലേഷർ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ
ഈ ഒരു പെർഷൻ ടു ഓൾ തിങ്സ് വി കാനോട്ട് ഗെറ്റ് ഈസിലി അറ്റ് ഹോം, ഫൺ ആൻഡ് എക്സൈറ്റ്മെന്റ് അല്ലെ, ഫൺ ആൻഡ് എക്സൈറ്റ്മെന്റിന്, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് ടൂറിസ്റ്റുകൾ ഓരോ പ്ലേസിലേക്ക് വരുന്നത്. അപ്പൊ അതിനെയാണ് ലേഷ്യർ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ പെർസ്യൂട്ട് മേ പാർട്ട് ഓഫ് ദ ലേഷ്യർ. ഈ ഒരു ലേഷ്യർ മെനുവിലെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ പെർസ്യൂട്ടുകളും എന്താണ് ഇതിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഫുഡ്, ഡ്രിങ്ക് അതൊക്കെ ഇതിൽ ഇൻവോൾവ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ആണ് ലേഷ്യർ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ടൂറിസ്റ്റ് ആണ്. മെഡിക്കൽ ടൂറിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനി കൺട്രീസ് ഓഫർ എ സ്പെഷ്യാലിറ്റി ഇൻ ദർ മെഡിക്കൽ ഫീൽഡ്. പല കൺട്രീസും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മെഡിക്കൽ ഫീൽഡിൽ അല്ലെ സ്പെഷ്യാലിറ്റിയിൽ ഉണ്ടായിട്ടും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് പോകുന്നുണ്ട്. അത്തരം ടൂറിസ്റ്റുകളെയാണ് മെഡിക്കൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മെഡിക്കൽ വി ഹാവ് അല്ലെങ്കിൽ മേ ഓൾറെഡി ഹാവ് ആക്സസ് ടു മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ടു അനദർ കൺട്രി. മറ്റൊരു കൺട്രിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിനായിട്ട് പോവാം. ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്റ്റ് കൺട്രി ഇൻ എ സ്പെസിഫിക് മെഡിക്കൽ ഫീൽഡ് കുഡ് ബി എ റീസൺ ടു ട്രാവൽ ദർ ഫോർ ട്രീറ്റ്മെന്റ്. അതായത് ആ ഒരു ഹോസ്റ്റ് കൺട്രിക്ക് ഉള്ള ഒരു സ്പെസിഫിക് മെഡിക്കൽ ഫീൽഡ് ആണ് ഈ ഒരു ട്രാവലറുടെ റീസൺ, ഈ ഒരു ട്രാവലിംഗിന്റെ റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ മെനി കേസസ് കോസ്റ്റ് സേവിംഗ് ബൈ ട്രാവലിംഗ് എൽസ്വെയർ ക്യാൻ ബി ബിഗ് ഫാക്ടർ. അതുപോലെ അതിന്റെ എക്സാമ്പിൾ ഒക്കെ പറയാണ്, പല ബ്രസീൽ ഈസ് നോൺ ഫോർ ഓഫറിംഗ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് പ്ലാസ്റ്റിക് സർജറി. ഒരു എക്സാമ്പിൾ പറയാണ്, എന്താണ് ബ്രസീൽ എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന ഒരു രാജ്യമാണെന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മൾ കൂടുതലായിട്ട് പ്ലാസ്റ്റിക് സർജറികളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതെന്താണ്, ഒരു മെഡിക്കൽ ടൂറിസ്റ്റായി ഒരു കൺട്രിയിൽ നിന്ന് അവിടുത്തെ മെഡിക്കൽ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ട്രാവൽ ചെയ്യുക. അതിനെയാണ് മെഡിക്കൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കൾച്ചറൽ ടൂറിസ്റ്റ് ആണ്. കൾച്ചറൽ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൾച്ചറൽ ട്രാവൽ ഈസ് എൻ ഇംപേഴ്സീവ് ടൈപ്പ് ഓഫ് എൻഡോവർ. ദിസ് ഈസ് റിയലി അബൌട്ട് ഗെറ്റിംഗ് ടു ദ ഡെസ്റ്റിനേഷൻ ബട്ട് മേക്കിംഗ് മോർ ഓഫ് ഇറ്റ്. അവിടെ കൾച്ചർ, അതായത് കൾച്ചർ ടൂറിസ്റ്റ് ആർ ഓൾ അബൌട്ട് ദ മ്യൂസിയംസ് അല്ലെ, മ്യൂസിയംസ് കാണുക, അതുപോലെ തന്നെ ആർട്ട്, ലോക്കൽ മ്യൂസിക്, കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫുഡ്. ദിസ് ടൈപ്പ് ഓഫ് ടൂറിസ്റ്റ് relinquish all aspects of home. The embrace of new culture will they personally I particularly love this kind of travel. അതായത് അവർക്ക് ഈ ഒരു എന്താണ് കൈൻഡ് ഓഫ് ട്രാവൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് അവരുടെ കൾച്ചർ മനസ്സിലാക്കാൻ, ഓരോരോ സ്ഥലങ്ങളിലുള്ള കൾച്ചറുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ തന്നെ അവിടെയുള്ള മ്യൂസിയംസ്, ആർട്ടുകൾ, ലോക്കൽ മ്യൂസിക്സ്, ഫുഡ് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു കൾച്ചറൽ ടൂറിസ്റ്റ് കൂടുതലായിട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ അവരെയാണ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ generally this type of adore to travel absorb the real sense of different culture അല്ലെ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഡിഫറെന്റ് കൾച്ചറിലെ അല്ലെ ആ ഒരു റിയൽ സെൻസ് അബ്സോർബ് ചെയ്യാൻ, നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളാണ്. സോ if you are a cultural traveler, you will be interested in the language, food and traditions ഓഫ് എവരി പ്ലേസ് യു വിസിറ്റ്. അപ്പൊ നമ്മൾ ഒരു ട്രാവലർ ആണെങ്കിൽ, കൾച്ചറൽ ട്രാവലർ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അവരുടെ ലാംഗ്വേജ്, ഫുഡ്, ട്രഡീഷൻസ് ഒക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് ആണ് നമ്മൾ ആ ഓരോ പ്ലേസും എന്ത് ചെയ്യുന്നത്, വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ട്രാവലിംഗ് വിച്ച് കൾച്ചർ ഇൻ മൈൻഡ് ഈസ് ലെസ് അബൌട്ട് സീക്കിംഗ് ഔട്ട് ദ ടൂറിസ്റ്റ് ലാൻഡ്മാർക്ക് ആൻഡ് ഏരിയാസ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ മെയിനായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആർട്ടുകൾ, മ്യൂസിക്, അതുപോലെ തന്നെ അവരുടെ ഫുഡ് അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോകുന്ന ടൂറിസ്റ്റുകളെയാണ് കൾച്ചറൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഹെറിറ്റേജ് ജേർണി ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പാരമ്പര്യം അല്ലെ, അല്ലെങ്കിൽ പൂർവികമായിട്ടുള്ള സമ്പത്ത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേർണി ചെയ്യുന്ന ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ഇറ്റ് ഈസ് ട്രാവൽ ടു ഡിസ്കവർ യുവർ ജനറോളജി അല്ലെങ്കിൽ ട്രേസ് യുവർ റൂട്ട്സ്, നമ്മളുടെ റൂട്ട്സ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ജനറോളജി മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ സിംപ്ലി ഐ വിഷ് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഹിസ്റ്ററി അതുപോലെ തന്നെ ഒറിജിൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്
origin or place, this is a great type of vacation to take. അതായത് നമ്മളുടെ ഒരു റൂട്ട് എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ ജനറോളജി എന്താണ്, അല്ലെ നമ്മളുടെ വേരുകൾ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളുടെ ജനറോളജി എവിടെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെയോ അതിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ, അതിന്റെ ഉത്ഭവത്തെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവരെയാണ് എന്ത് പറയുന്നത്, ഹെറിറ്റേജ് ടൂറിസ്റ്റ് അല്ലെങ്കിൽ ജേർണി ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പ് നാച്ചുറലി ഈസ് എ പ്ലേസ് വേർ യു വിൽ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഹെറിറ്റേജ് പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു കൂടുതലായിട്ട് എന്താണ് യൂറോപ്പിനെയാണ് നമ്മളിവിടെ ഒരു എക്സാമ്പിളായി പറയുന്നത്. നാച്ചുറലി ഈസ് ദ പ്ലേസ് വേർ യു വിൽ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ ആയിട്ട് എടുക്കുന്നത് ഒരു ഹെറിറ്റേജ് പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള പ്ലേസ് എന്ന് പറയുന്നത് യൂറോപ്പാണ്. സോ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആർ മെനി വിത്ത് ദ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് അലോങ് വിത്ത് ദ റിവേഴ്സ്, അതുപോലെ തന്നെ സിറ്റീസ് ഇൻ ദ ടൗൺസ് ഓഫ് യൂറോപ്പിലെ ടൗണുകളെ കുറിച്ച്, റിവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഒരുപാട് അല്ലെങ്കിൽ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നോളജ് ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു എന്താണ് സ്ഥലം തെറ്റി അത് ലേൺ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൽ നിന്ന് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹെറിറ്റേജ് ജേർണി ടൂറിസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ഹെറിറ്റേജ് പറഞ്ഞു, അതുപോലെ തന്നെ കൾച്ചർ ടൂറിസ്റ്റ്, മെഡിക്കൽ ടൂറിസ്റ്റ്, ലേഷ്യർ ടൂറിസ്റ്റ്, റിലീജിയസ് ടൂറിസ്റ്റ്, ഇവന്റ് ടൂറിസ്റ്റ്, എക്കോ ടൂറിസ്റ്റ്, അഡ്വഞ്ചർ ടൂറിസ്റ്റ്, ഫുഡ് ടൂറിസ്റ്റ് ആൻഡ് ബിസിനസ് ടൂറിസ്റ്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻ ടൈപ്പ് ഓഫ് ടൂറിസ്റ്റ്.